നമസ്കാരം, ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. സഞ്ചാരികളുടെ മനം കവർന്ന കൊടികുത്തിമല ഇനി ഹരിത വിനോദസഞ്ചാര കേന്ദ്രം. കൊടികുത്തിമല വിനോദസഞ്ചാര കേന്ദ്രം ഹരിത വിനോദസഞ്ചാര കേന്ദ്രമായി കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ പ്രഖ്യാപിച്ചു. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഹരിത വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി മാറ്റുന്നതിന്റെ ഭാഗമായാണ് പെരിന്തൽമണ്ണ കൊടികുത്തിമലയെയും ഇക്കോ ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ചത്. കൊടികുത്തിമലയിൽ നടന്ന ചടങ്ങിൽ കായിക ന്യൂനപക്ഷ ക്ഷേമകാര്യ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ കൊടികുത്തിമലയെ ഹരിത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ചു. ഈ ഒരു പ്രക്രിയ എന്നുള്ളത് നമ്മുടെ കേരളത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായി എടുക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. വലിയ തോതിലുള്ള മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു. വലിയ പട്ടണങ്ങൾ കേന്ദ്രീകരിച്ച് മാലിന്യ നിർമ്മാർജ്ജന പ്രക്രിയക്ക് ആക്കം കൂട്ടുന്ന വലിയ പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ ധാരാളം സഹായങ്ങൾ ഈ കാര്യത്തിൽ നേടിയെടുക്കാൻ ബന്ധപ്പെട്ട LSTD വകുപ്പിനും കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ കാസർഗോഡ് മുതൽ പാറശാല വരെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മാലിന്യത്തിന്റെ കുറവ് എത്ര ഉണ്ട് എന്ന് പരിശോധിച്ചാൽ നമുക്ക് ഒരു കാര്യം വ്യക്തമാവും. കേരളമാണ് ഇന്ത്യയിൽ തന്നെ സമ്പൂർണ്ണ മാലിന്യമുക്തമായിട്ടുള്ള ഒരു നാട് എന്ന് നമുക്ക് പറയാൻ കഴിയും. വനം വന്യജീവി വകുപ്പ്, ഹരിത കേരളം മിഷൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ചടങ്ങിൽ താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP സോഫിയ അധ്യക്ഷത വഹിച്ചു. ചടങ്ങ് വിവാദമായ പശ്ചാത്തലത്തിൽ വിഷമമുണ്ടെന്നും എല്ലാവരെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നുവെന്നും എന്നാൽ ചില തെറ്റിദ്ധാരണയുടെ പുറത്ത് പലരും മാറി നിൽക്കുകയാണെന്നും സോഫിയ പറഞ്ഞു. ഈ ഒരു പ്രോഗ്രാം ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ ചില ആളുകൾ മാറി നിൽക്കാന്നുള്ളത്, കാരണം നമുക്ക് ഇവിടെ ഒരു ജനകീയ കമ്മിറ്റി തന്നെയുണ്ട് VSS. അപ്പൊ ആ VSSന്റെ വേണ്ടപ്പെട്ട നേതൃത്വം വഹിക്കുന്ന ആളുകളുടെ അവരോടും കൂടെ കൂടിയാലോചിച്ചിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ അവർ പോലും ഇതെന്താണ് ഈ ഒരു പ്രോഗ്രാം പഞ്ചായത്തിന് ഇത്ര സർക്കാരിന്റെ ഒരു നിർദ്ദേശപ്രകാരം നടത്തേണ്ടതാണ് എന്നുള്ളൊരു ബോധം ഇല്ലാത്തതിൻ്റെതാണോ എന്നറിയില്ല. എന്തായാലും നമുക്ക് ഈ ഒരു പ്രോഗ്രാം നടത്തണം എന്നുള്ളത് കൊണ്ട് നമ്മുടെ പഞ്ചായത്ത് നിർബന്ധമായതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഇന്നിവിടെ ഷെഡ്യൂൾ ചെയ്തത്. ചടങ്ങിൽ ഹരിത കേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ TVS ജിതിൻ, CDS പ്രസിഡന്റ് രാജേശ്വരി, ജില്ലാ യുവജനക്ഷേമ ബോർഡ് അംഗം K ശ്യാം പ്രസാദ്, KP അഫ്സൽ, ഫോറസ്റ്റ് ഓഫീസർ അരുൺ ദേവ് തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം. മാസത്തവണ 500 രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ. 12 മാസ കാലാവധി. കാലാവധിക്ക് ശേഷം പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം. കൂടാതെ സ്വർണ്ണവില വർധനവിൽ നിന്നും പരിരക്ഷ നേടാൻ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു സ്കൈ സുരക്ഷാ സ്കീം. 12 മാസ കാലാവധി. കൃത്യമായി പണമടയ്ക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം 7% ബോണസോടുകൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം. നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു. ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി. പാലൂർ തൈപ്പൂയ രഥോത്സവം 2025 ഫെബ്രുവരി 4 മുതൽ 11 കൂടിയ ദിവസങ്ങളിൽ ആഘോഷിക്കുന്നു. ഉത്സവ ആഘോഷ പരിപാടികളിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. പാലൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, പാലൂർ പണിക്കർ ബ്രദേഴ്സ് ആൻഡ് സൺസ്, പുലാമന്തോൾ.